ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്നിവിടെ ഒരു നട്ടി ബബിൾ കേക്കാണ് തയ്യാറാക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 1 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഉപ്പ് ഒരു പിഞ്ച് ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഒരു 1/4 കപ്പോളം പഞ്ചസാര വേണം. അത് ഞാൻ 1/2 കപ്പ് 1/4 കപ്പ് 2 ഇതിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും 1 ടേബിൾ സ്പൂൺ ബൂസ്റ്റാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് 3 കോഴിമുട്ട വേണം. അത് റൂം ടെമ്പറേച്ചറിൽ വെച്ചതായിരിക്കണം. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നേരത്തെ പുറത്ത് വെച്ചിരിക്കണം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് നല്ലപോലെ അരിച്ചെടുക്കണം. ഞാനിതിവിടെ അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്ത് തുടങ്ങാം. ഞാനിവിടെ ഒരു ഇലക്ട്രിക് ബീറ്ററാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇലക്ട്രിക് ബീറ്റർ ഇല്ലെങ്കിൽ വിസ്കോ ഫോർക്കോ ഉപയോഗിച്ച് നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. പഞ്ചസാര ഇട്ടതിന് ശേഷം ഇത് നല്ല ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്യണം. ഇപ്പോൾ വിസ്കും ഫോർക്കും ഉപയോഗിച്ചൊക്കെ ചെയ്യുന്നവർ ഇത്തിരി സ്പീഡിൽ നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കണം. ഞാൻ നേരത്തെ അത് പറയാം, നിങ്ങൾ വാനില എസൻസ് കാണിച്ചില്ലായിരുന്നു. 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. ഇനി ഇതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കും. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം അധികം ബീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു മിനിറ്റോളം ബീറ്റ് ചെയ്തിട്ട് നമുക്കത് ഓഫ് ചെയ്യാം. അപ്പോൾ ഇവിടെ നല്ലപോലെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഓഫ് ചെയ്തിട്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ അരിച്ച് വെച്ച ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടതിന് ശേഷം നമുക്ക് ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ച് ബീറ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ആ സ്പാച്ചില വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷെ ഞാൻ ഈ ബീറ്റർ വെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അത് നിർബന്ധമില്ല. നമ്മുടെ കയ്യിലുള്ള ഒരു ഫോർക്കോ സ്പാച്ചിലോ ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്താലും മതി. ഇത് ഞാനിപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തേ ഉള്ളൂ. ഞാൻ സാധാരണ മുട്ട ബീറ്റ് ചെയ്തതിന് ശേഷം അതിൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒഴിച്ച് സ്പാച്ചില വെച്ചാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ബീറ്റർ വെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ സ്പാച്ചില വെച്ച് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഗ്രേസ് ചെയ്ത് വെച്ച ആ ബേക്കിംഗ് പാനിലോട്ട് ഇതൊഴിച്ച് കൊടുക്കുകയാണ്. ഞാൻ ആ പാൻ്റെ താഴത്ത് മാത്രം ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. സൈഡിലൊക്കെ സൺഫ്ലവർ ഓയിലാണ് തൂത്ത് കൊടുത്തിരിക്കുന്നത്. ഇതേപോലെ നമ്മളൊന്ന് ഒഴിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇഡലി ചെമ്പാണ് എടുത്തിരിക്കുന്നത്. ഇഡലി ചെമ്പിൻ്റെ ഉള്ളിലോട്ടാണ് ഇത് വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ബിരിയാണി പോട്ടാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടും ഇത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 40 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഇത് തുറന്ന് നോക്കി. അപ്പോൾ നോക്കുമ്പോൾ തന്നെ സംഭവം റെഡി ആയിട്ടുണ്ട്. കേക്ക് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കുത്തി നോക്കി. അപ്പോൾ നല്ലപോലെ ഇത് വെന്തിട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്കിത് മാറ്റാം. ഇതിൻ്റെ സൈഡൊക്കെ ഞാനൊന്ന് കത്തി വെച്ച് ഇതാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കമത്തി ഇതിൽ നിന്ന് എടുക്കാം. നമ്മൾ അധികം ചൂടോടെ ഈ ബട്ടർ പേപ്പർ മാറ്റരുത്. എന്നാൽ ഒട്ടും നല്ലപോലെ തണുക്കാനും പാടില്ല. അതിനു മുമ്പായിട്ട് ബട്ടർ പേപ്പർ ഒക്കെ മാറ്റി ഇത് റെഡിയാക്കണം. അതേ കേക്ക് നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല സോഫ്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് കേക്ക്. ഇനി കേക്കിന് വേണ്ടിയിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ഗനാഷാണ് അടുത്തത് റെഡിയാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് വൈറ്റ് ചോക്ലേറ്റും 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും 1 ടീസ്പൂൺ ബട്ടറുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബട്ടർ ഒരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് ഒരു നല്ല ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ച് ഒന്ന് മിക്സ് ചെയ്ത്
വിപ്പിംഗ് ക്രീം ചൂടാക്കിയിട്ട് അതിലോട്ട് വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് മിക്സ് ചെയ്ത് എടുക്കാം. പക്ഷെ ഞാനിവിടെ നല്ല തിളച്ച വെള്ളത്തിൽ വിപ്പിംഗ് ക്രീമും വൈറ്റ് ചോക്ലേറ്റും ബട്ടറും കൂടെ ഇട്ടാണ് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇപ്പോൾ നല്ലപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം അടിച്ചെടുക്കാം. അതിനായി ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബീറ്റർ ഉപയോഗിച്ച് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ ലോ സ്പീഡിലായിരിക്കണം ബീറ്റ് ചെയ്യേണ്ടത്. ലോ സ്പീഡിലിട്ട് ഒരു മിനിറ്റോളം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം നല്ലപോലെ. അതിന് ശേഷം മാത്രം നമ്മൾ സെക്കൻഡ് സ്പീഡിലിട്ട് മിക്സ് ചെയ്യുക. സെക്കൻഡ് സ്പീഡിലിട്ട് ഇതേപോലെ 1 മിനിറ്റോളം നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ പിന്നെ അടുത്ത സ്പീഡ് ഇട്ട് കൊടുക്കാവുള്ളൂ. അങ്ങനെ പതുക്കെ വന്നിട്ട് ഹൈ സ്പീഡിലിട്ട് മിക്സ് ചെയ്യണം. നമ്മളിത് ബീറ്റ് ചെയ്യാൻ നേരത്ത് ഇത് ആദ്യം തന്നെ ഇത് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടായിരിക്കണം ബീറ്റ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഒരിത്തിരി വെള്ളം പോലും ഇതിനകത്ത് പാടില്ല. ഒന്നെങ്കിൽ ഇത് 1 മണിക്കൂറിന് മുമ്പ് ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചതിന് ശേഷം ഇത് ബീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ നല്ലപോലെ നല്ല തുണി വെച്ച് തുടച്ച് നല്ല നീറ്റാക്കി വെള്ളമൊന്നും ഇല്ലാത്ത രീതിയിലാക്കിയിട്ട് വേണം ഇതിൽ വിപ്പിംഗ് ക്രീം ഇട്ട് ബീറ്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഒരു 6 മിനിറ്റ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഏകദേശം ക്രീം റെഡിയായി വന്നിട്ടുണ്ട്. ക്രീം ഇവിടെ നല്ല സ്റ്റിഫായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് 3ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ കേക്ക് 3ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഐസിങ് ചെയ്ത് തുടങ്ങാം. അതിനായി ടേണിംഗ് ടേബിളിലോട്ട് ഞാൻ ഈ കേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഷുഗർ സിറപ്പ് അതിൻ്റെ മുകളിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ പുറത്തോട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുന്നു. ഫസ്റ്റ് ലെയറാണ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അതിൻ്റെ പുറത്തോട്ട് ഞാനിപ്പോൾ ഇത് നേരത്തെ റെഡിയാക്കി വെച്ച വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബൂസ്റ്റ് ഇട്ട് പിന്നെ ഇതിൻ്റെ പുറത്ത് തന്നെ നമ്മൾ ചോക്കോ ചിപ്സും ബദാമും എല്ലാം കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു മുകളിൽ. അതേപോലെ നമ്മൾ 3 ലെയറും റെഡിയാക്കണേണ്. 3 ലെയറും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കേക്ക് മൊത്തം ഐസിങ് ഒക്കെ ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി സൈഡിലൊക്കെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ചോക്കോ ചിപ്സും ബദാമൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് സൈഡിലൊക്കെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല പെർഫെക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്കണ ആ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് നമ്മളിങ്ങനെ ബബിള് പോലെ വെച്ച് കൊടുക്കണതാണ്. നമുക്ക് ഇഷ്ടമുള്ള പോലെ വലുതാ ചെറിയ ബബിളാ വലിയ ബബിളാ എങ്ങനെയെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് വെച്ച് കൊടുക്കാം. ഞാൻ ഇതേപോലെ ബബിളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ബൂസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കണം. അതിൻ്റെ മുകളിൽ എല്ലായിടും ഒന്ന് ബൂസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ എല്ലായിടവും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ നട്ടി ബബിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം. Thank you for watching my video.